അണ്ടർ-19 ഫൈനലിൽ ഇന്ത്യയുടെ കൗമാര പ്രതിഭ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ്. 55 പന്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ വൈഭവ് സെഞ്ചുറി തികച്ചത്. 32 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവിന് സെഞ്ചുറിയിലെത്താൻ പിന്നീട് വേണ്ടി വന്നത് 23 പന്തുകൾ മാത്രമാണ്. മത്സരത്തിൽ 175 റൺസ് അടിച്ച വൈഭവ് നിരവധി റെക്കോർഡുകളാണ് പഴങ്കഥയാക്കിയത്. ഫൈനലിലെ അതിവേഗ സെഞ്ചുറി, ഉയർന്ന വ്യക്തിഗത സ്കോർ എന്നിവയുൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് താരം സ്വന്തമാക്കിയത്. സിംബാബ്വേയിലെ ഹരാര സ്റ്റേഡിയത്തിൽ ഹരം കൊള്ളിച്ച 14-കാരൻ പയ്യന്റെ വിശേഷങ്ങൾ കാണാം. ആദ്യം ആർഡി എക്സ്ട്രാപ്പ്. വൈഭവ് എവിടെയുണ്ടോ അവിടെ സെഞ്ചുറിയുണ്ട്, അവിടെ റെക്കോർഡുണ്ട്. അണ്ടർ-19 ലോകകപ്പിലും മാറ്റമുണ്ടായില്ല. വെറും ഒരു സെഞ്ചുറിയല്ല, റെക്കോർഡുകൾ പഴങ്കഥയാക്കിയ സിക്സറുകളുടെ പൊടിപൂരം തീർത്തൊരു ഇന്നിംഗ്സ്. 55 പന്തിൽ സെഞ്ചുറി നേടി ലോകകപ്പ് ഫൈനലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറും കുറിച്ച 175 റൺസുമായി തലയുയർത്തി നിന്നു വൈഭവ് സൂര്യവംശി. ഒരു 14-കാരൻ ക്രിക്കറ്റിനെ മാറ്റിയെഴുതുകയാണ്. അതിവേഗ സെഞ്ചുറിയിൽ ഇന്ത്യൻ റെക്കോർഡ്. അണ്ടർ-19 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം, ഫൈനലിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം, ഫൈനലിലെ അതിവേഗ സെഞ്ചുറി, ഫൈനലിലെ ഉയർന്ന സ്കോർ, ഫൈനലിൽ ഏറ്റവും അധികം സിക്സർ, ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സർ. റെക്കോർഡുകൾ ഒന്നൊന്നായി വൈഭവിന്റെ പേരിലായി. വിവിധ ടൂർണമെന്റിലായി 8ാമത്തെ സെഞ്ചുറിയാണ് വൈഭവ് കുറിച്ചത്. ഇതിൽ 6 എണ്ണവും 6 വിവിധ രാജ്യങ്ങളിലാണെന്നതും പ്രത്യേകത. മാർച്ച് 27-ന് 15 വയസ്സ് തികയുന്നതോടെ ഇന്ത്യൻ സീനിയർ ടീമിലേക്കും വൈഭവിന് വിളിയെത്തും. ആർഡി എക്സ്ട്രാപ്പ്, ന്യൂസ് മലയാളം. ഡേറ്റകളിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ നോക്കൂ വൈഭവിന്റെ റെക്കോർഡുകൾ. അണ്ടർ-19 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ്. അണ്ടർ-19 ലോകകപ്പിലെ 2ാമത്തെ അതിവേഗ സെഞ്ചുറിയാണ് വൈഭവിന്റേത്. ഇന്ത്യക്കാരിൽ അതിവേഗ സെഞ്ചുറി റെക്കോർഡും വൈഭവിന് സ്വന്തം. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും വൈഭവിന്റേതാണ്. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ആദ്യമായി 150 റൺസ് പിന്തുടരുന്ന താരം കൂടിയാണ് വൈഭവ്. ഒപ്പം അണ്ടർ-19 ലോകകപ്പിൽ ഏറ്റവും അധികം സിക്സർ 30 എണ്ണം അടിച്ചുകൂട്ടുന്ന താരവും വൈഭവ് സൂര്യവംശിയാണ്. ഹർഷൻ, ഇന്ന് വൈഭവിന്റെ ദിനം ആണെന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വണ്ടർ കിഡ് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു വൈഭവിനെ. 80 പന്തിൽ 175 റൺസ് അടിച്ചുകൂട്ടി വിരാട് കോഹ്ലിയുടെ അടക്കം റെക്കോർഡുകൾ തിരുത്തി എഴുതിയത്. ഇനിയിപ്പോ 15 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ. ഈ വർഷം മാർച്ച് ആകുമ്പോഴത്തേക്കും ഒരു 14-കാരൻ പയ്യൻ ചെയ്യാവുന്ന പരമാവധി ചെയ്തു. അവന്റെ ദിവസം ഇന്ന്. തീർച്ചയായും. അതായത് ഒരു കാലം എടുത്താൽ ചില കളിക്കാരുണ്ട് വല്ലാതെ പെർഫോം ചെയ്യുകയും ഗംഭീരമായി പേരെടുക്കുകയും ദീർഘകാലം ടീമിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ചില കളിക്കാർ. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇതുപോലെയായിരുന്നു. ഒരു ചെറു പയ്യനായി വരുന്നു, അതിനുശേഷം ഇങ്ങനെ അടിച്ച് കസറുന്നു. 16ാമത്തെ വയസ്സിൽ ടീമിൽ ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്യുന്നു, ദീർഘകാലം നിലനിൽക്കുന്നു. ടീമിൻ്റെ നട്ടല്ലായി ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ കാലം ടീമിൻ്റെ നട്ടല്ലായി നിലനിൽക്കുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ഇവിടെ അതിനുശേഷം ധോണിയാണ്. അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു താരം എന്ന് പറയുന്നത് ധോണിയാണ്. പിന്നെ വിരാട് കോഹ്ലിയാണ്. അതിനുശേഷം ഇപ്പോൾ വൈഭവ് സൂര്യവംശി വരുന്നു. അതായത് ചില ഉദയങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ ഭാവി ഇവിടെയാണ് എന്ന് തോന്നിക്കുമാറ് വരും. അങ്ങനെ വന്ന ഒരു ഉദയമാണ് വൈഭവ് സൂര്യവംശിയുടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രാജസ്ഥാൻ റോയൽസ് ഏതാണ്ട് 1,10,00,000 20 ലക്ഷം എങ്ങാണ്ടാണ് 1,10,00,000 മുടക്കിയാണ് അന്ന് ടീമിലേക്ക് വൈഭവ് സൂര്യവംശി 13 വയസ്സുള്ളപ്പോൾ എടുക്കുന്നത്. പല ടീമുകളും ഈ ആളുകളെ ഇതുപോലെ എടുക്കാറുണ്ട്. അത് നെറ്റ്സിൽ പ്രാക്ടീസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെറിയ പിള്ളേരെ എടുക്കും, അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുക്കും. പക്ഷേ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു കളിക്കാരനെ 13-കാരനെ എടുക്കുക എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഗതിയായിരുന്നു. അപ്പം മുതലാണ് യഥാർത്ഥത്തിൽ വൈഭവ് സൂര്യവംശി ലൈം ലൈറ്റിലേക്ക് വരുന്നത്. കാരണം ഇങ്ങനെ ഒരു പയ്യനെ, ഈ 13 വയസ്സ് ഉള്ള ഒരു പയ്യനെ ഈ 1,10,00,000 രൂപയ്ക്ക് എന്തിനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണല്ലോ പിന്നെ വരുന്ന ചർച്ച. അപ്പോൾ അങ്ങനെ ഒരാൾ ടീമിലേക്ക് വരുന്നു. അതിനുശേഷം അയാൾക്ക് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. പക്ഷേ സഞ്ജുവിന് പരിക്കേൽക്കുമ്പോൾ ഒരവസരത്തിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടു വരുന്നു. അവസരങ്ങൾ മുതലാക്കി എന്നുള്ളത് കൂടിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ വളരെ നേരത്തെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിലും
ഒരു സിക്സറിലൂടെ അടയാളപ്പെടുത്തിയിട്ടാണ് വൈഭവ് സൂര്യവംശി പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ ക്രിക്കറ്റിന് പോസ്റ്റർ ബോയ്സ് ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ. അതിനു മുമ്പ് ഞാൻ ആദ്യം ക്രിക്കറ്റ് കണ്ടു തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യത്തെ വേൾഡ് കപ്പ് നേടുന്ന സമയത്താണ് നമ്മൾ കുത്തിയിരുന്ന് കണ്ടു തുടങ്ങുന്നത്. ആ കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നുമല്ല നമ്മളുടെ പോസ്റ്റർ ബോയ്സ് ആയിട്ട് വരുന്നത്. അന്നത്തെ എനിക്കൊന്ന് ശ്രീകാന്ത് ആയിരുന്നു ഏറ്റവും അധികം ആ നിലയ്ക്ക് നമ്മളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പടക്കം പൊട്ടുന്ന പോലെയുള്ള വലിയ കൂറ്റനടികൾ കൊണ്ട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നിറച്ച ഒരു കളിക്കാരൻ. അങ്ങനെ പല കളിക്കാരും ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി. ഇപ്പോൾ എന്തായാലും ഈ പുതിയ കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിക്കായി കരുതി വെച്ചിരിക്കുന്നത് വൈഭവ് സൂര്യവംശിയാണ്. ഇപ്പോഴത്തെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ലെവൽ നോക്കിയാൽ ഇതുപോലെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യം, അതുപോലെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് ധോണിയുടെ കാര്യം, അതുപോലെ പ്രവചിക്കപ്പെട്ടതാണ് കോഹ്ലിയുടെ കാര്യം, അതുപോലെ തന്നെ ആയിരിക്കും വൈഭവ് സൂര്യവംശിയുടെ കാര്യം. ഇതിനകത്ത് വൈഭവ് സൂര്യവംശിയുടെ കാര്യം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രായം ചിലപ്പോൾ ഏത് ടീമാണ് എതിരെ നിൽക്കുന്നത്, ഏത് പിച്ചിലാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ളത് ചിലപ്പോൾ അങ്ങനെ പരിചയസമ്പന്നരല്ലാത്ത കളിക്കാരെ കുറച്ച് കുഴപ്പത്തിലാക്കാറുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിൽ അതൊരു പ്രശ്നമല്ലെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കളിക്കാർ പ്രശ്നത്തിലാവാറുള്ളത് ഇപ്പോൾ വിദേശ പിച്ചുകളിലായിരുന്നു. സച്ചിനെതിരെ പോലും ഒരു കാലത്ത് ആ ചർച്ചകളൊക്കെ ഉയർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വിദേശ പിച്ചുകളിൽ പോകുമ്പോൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. വൈഭവ് സൂര്യവംശിയുടെ കാര്യത്തിലുള്ള ഒരു കൗതുകകരമായ കാഴ്ച ഇതുവരെ പുറത്തു പോയാലും അങ്ങനെ ഏതാണ് പിച്ച് എന്നുള്ളത് വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നുള്ളതുണ്ട്. ആരാണ് ബൗളർ എന്നുള്ളത് വൈഭവ് സൂര്യവംശിക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളതുണ്ട്. അതായത് ആർക്കെതിരെയും ഏത് പിച്ചിലും അപകടകാരിയായ ഒരു കളിക്കാരനായി മാറാനുള്ള പ്രാപ്തിയുള്ളയാളാണ് താൻ എന്നുള്ളതാണ് വൈഭവ് സൂര്യവംശി കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലെങ്ങാണ്ടാണ് 15 വയസ്സ് തികയുക. അപ്പോൾ 15 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശി. ആ നിലയ്ക്ക് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ആ നിലയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒരുമാതിരി ക്രിക്കറ്റ് വിശാരദരെല്ലാം വിലയിരുത്തുന്നത്. അതൊക്കെ വായിച്ചാൽ ഞാനും ഇപ്പോൾ വിലയിരുത്തുന്നത്. നിശ്ചയമായി ഇങ്ങനെ തന്നെയാണ്. മാത്രമല്ല ചെറിയ കുട്ടിയാണ്, 14 വയസ്സുള്ള ചെറിയ കുട്ടി, 15 വയസ്സാവാൻ പോകുന്നേയുള്ളൂ. അപ്പം ഇനി എത്രയോ കാലം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ, വൈഭവിന് ഒരു നല്ലൊരു ഭാവി, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ പേരിനി വൈഭവിലൂടെ ഉയർന്നു വരുമെന്നും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ രോഹിത്തും കോഹ്ലിയും ഒക്കെ വിരമിച്ചു കഴിയുമ്പോൾ ആരാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്രിക്കറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ആസ്വാദകരുടെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവർക്ക് പ്രിയപ്പെട്ട 1-2 കളിക്കാർ കാണും. ഇവർ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, വിരമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഒരു എല്ലാ മേഖലയിലും അങ്ങനെയുണ്ട്. ഞാൻ പോയാൽ പിന്നെ ഇവിടെ ആരാ എന്നുള്ള ചില ചിന്ത. അതൊരിക്കലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു പ്രസക്തിയൊന്നുമില്ല. കാരണം അടുത്ത ആള് ഉദയം ചെയ്തു വരും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഇനി ആരാണ്? ഇവരൊക്കെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു. ഇനിയിപ്പോൾ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി സച്ചിൻ ടെണ്ടുൽക്കർ 24 വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചതുപോലെ, അതായത് ഏതാണ്ട് 1/4 നൂറ്റാണ്ടടുത്ത് ഇന്ത്യക്ക് വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. എല്ലാ കാലത്തും നട്ടല്ലായി നിന്നു. അതുപോലെ ഒരു ഭാവിയുള്ളയാൾ ഇനിയിപ്പോൾ വൈഭവ് സൂര്യവംശിയാണ്. ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വൈഭവ് സൂര്യവംശിയെ ഇപ്പോൾ കണ്ടാൽ നമുക്ക് കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു തോന്നലിലുണ്ട്. സച്ചിൻ വരുന്ന സമയത്ത് അങ്ങനെ പോലുമല്ല, ഒരു കൊച്ചു പയ്യൻ. അത് മാത്രമല്ല, ആ കാലത്തുണ്ടാവുന്ന പരസ്യങ്ങളെല്ലാം വന്നാൽ അന്നത്തെ ഏറ്റവും ടവറിംഗ് പ്ലെയർ എന്ന് പറയുന്നത് കപിൽ ദേവ് ആണല്ലോ. കാരണം കപ്പ് കൊണ്ടുവന്ന ആളാണല്ലോ കപിൽ ദേവ്. അപ്പോൾ കപിൽ ദേവിൻ്റെ ഒരു വത്സല ശിഷ്യൻ, ഒരു കൊച്ചു പയ്യൻ എന്ന മട്ടിലാണ് ആ സമയത്ത് പരസ്യങ്ങളിലൊക്കെ പോലും നിരന്തരം അവതരിപ്പിച്ചിരുന്നത്. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് കപിൽ ദേവ് പറയുമ്പോൾ, അല്ല സച്ചിൻ ടെണ്ടുൽക്കർ പറയുമ്പോൾ ആർ എനർജി എന്നും പറഞ്ഞിട്ട് കപിൽ ദേവ് വരുന്നതൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ദൂരദർശൻ പരസ്യങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിലതെല്ലാം ഉണ്ട്. അപ്പോൾ ആ കാലത്ത് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു കൊച്ചു പയ്യൻ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പയ്യൻ എന്നുള്ളത്, കാരണം അത് നേരത്തെ തന്നെ കഴിഞ്ഞു. ഈ 13ാമത്തെ വയസ്സിൽ 1,10,00,000 രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് എടുത്തപ്പോൾ തന്നെ ആ അത്ഭുതവും ചർച്ചയും അവസാനിക്കേണ്ടതാണ്. കാരണം അയാളുടെ പൊട്ടൻഷ്യൽ, പിന്നെ ഒരു കായിക ക്ഷമത, നമ്മൾ കാണുമ്പോൾ ഒരു കായിക ക്ഷമത, ആളുടെ ഒരു ഭാവം. കാരണം ഈ പ്രായം തെറ്റാണെന്നുള്ള വിവാദം വരെ നടന്നു. കാരണം ഈ 13 വയസ്സ് എന്ന് പറയുന്നതല്ല ശരിക്കുള്ള പ്രായം എന്നുള്ള വിവാദം അടക്കം ഇതിനിടയ്ക്ക് അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം വന്നു പോയി കഴിഞ്ഞു. ഇനിയിപ്പോ പയ്യൻ ചർച്ച ഈ ദിവസം കൊണ്ട് നമുക്കും അവസാനിപ്പിക്കാം. അപ്പൊ വൈഭവന് എല്ലാവിധ ആശംസകളും നേരെയാണ് ആർഡിഎക്സിന്റെ ഭാഗത്തു നിന്നും. ക്രിക്കറ്റ് ഇന്ത്യക്കൊരു മതം എന്നതുപോലെ ആരാധകരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന വികാരവും കൂടിയാണ്. ഇന്ത്യയെ ഒന്നാകെ ചേർത്തു നിർത്തുന്ന കായിക ഇനം ഏതെന്ന് ചോദിച്ചാൽ
നിസ്സംശയം നമുക്ക് ഓരോരുത്തർക്കും അത് ക്രിക്കറ്റ് എന്ന് തന്നെ പറയാനാകും അല്ലെ. സുനിൽ ഗവാസ്കറും സച്ചിൻ ടെണ്ടുൽക്കറും മഹേന്ദ്ര സിംഗ് ധോണിയും ഒടുവിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയിലും എത്തി നിൽക്കുന്ന നമ്മുടെ ക്രിക്കറ്റിന്റെ ഭാവി പുതുതലമുറയിൽ ശോഭനമെന്നത് അടിവരയിടുന്ന പ്രകടനമാണ് വൈഭവ് സൂര്യവംശി നടത്തുന്നത്. അണ്ടർ 19 ലോകകപ്പിലെ ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രേ ഒപ്പം മലയാളികളുടെ അഭിമാനമായ ആരോൺ ജോർജ് അണ്ടർ 19 ലോകകപ്പ് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് ഒരു പിടി യുവതാരങ്ങളെ കൂടി സംഭാവന ചെയ്യുകയാണ്. ഈ കുട്ടിത്താരങ്ങൾ എന്നരങ്ങേറും എന്നതാണ് ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും 15 വയസ്സ് തികയാൻ ഇനി മാസങ്ങൾ മാത്രമുള്ള വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ അധികം വൈകാതെ ക്രിക്കറ്റ് പ്രേമികൾക്ക് നമുക്ക് ഓരോരുത്തർക്കും കാണാം. എല്ലാവിധ ആശംസകളും വൈഭവിന് നേർന്നുകൊണ്ട് RDX ഇനി അടുത്ത വിഷയത്തിലേക്ക്.